തൃശൂരിൽ എക്സൈസ് ഉദ്യോഗസ്ഥർ മാസപ്പടി വാങ്ങുന്നുവെന്ന ബാർ ഉടമകളുടെ ആരോപണത്തിൽ അന്വേഷണം തുടങ്ങി. എക്സൈസ് കമ്മീഷണർക്കാണ് അന്വേഷണ ചുമതല. അന്വേഷണത്തെ ബാർ ഉടമകളുടെ സംഘടന സ്വാഗതം ചെയ്തു. ബാർ ഉടമകളുടെ സംഘടനയുടെ തൃശൂർ ഇരിഞ്ഞാലക്കുട മേഖലാ യോഗങ്ങളിലാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ മാസപ്പടി വാങ്ങുന്നുവെന്ന ചർച്ച ഉയർന്നത്. മാത്രവുമല്ല, ഇനി മുതൽ ഉദ്യോഗസ്ഥർക്ക് മാസപ്പടി നൽകില്ലെന്ന തീരുമാനവും യോഗത്തിലുണ്ടായി. ഇതു സംബന്ധിച്ചാണ് അന്വേഷണം ആരംഭിച്ചത്. എക്സൈസ് മന്ത്രി എം.ബി. രാജേഷാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. എക്സൈസ് കമ്മീഷണർ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. അന്വേഷണത്തെ ബാർ ഉടമകളുടെ സംഘടന സ്വാഗതം ചെയ്തു. നമ്മൾ ഉറപ്പായിട്ടും അത് സ്വാഗതം ചെയ്യുന്നു. കാരണം നമ്മൾ അന്വേഷണം നടക്കാൻ നമ്മൾ പറഞ്ഞില്ലെങ്കിലും അതൊരു പോസിറ്റീവ് കാര്യമല്ലേ. നമ്മളൊരു സംഘടന ഒരു മീറ്റിംഗിൽ എടുത്തൊരു തീരുമാനം, അത് ശരിക്കും പറഞ്ഞാൽ നമ്മളത് ഒരു ടി.വിയിൽ റിപ്പോർട്ട് ചെയ്തതല്ല. ലഭ്യമായ വിവരങ്ങൾ എക്സൈസ് കമ്മീഷണർ കൈമാറുമെന്ന് ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽസ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി പത്മദാസ് പറഞ്ഞു. ഓരോ ബാർ ഉടമയും 30,000 രൂപ വീതം കൊല്ലത്തിൽ 12 തവണ മാസപ്പടിയായി നൽകേണ്ടി വരുന്നുവെന്നായിരുന്നു സംഘടനയ്ക്ക് ലഭിച്ച പരാതി. തുടർന്നാണ് മാസപ്പടി നൽകില്ലെന്ന തീരുമാനത്തിലേക്ക് സംഘടന എത്തിയത്. പ്രാഥമിക വിവരങ്ങൾ തേടിയ എക്സൈസ് മന്ത്രി പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടതിനെ തുടർന്നാണ് വിശദമായ അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. റിപ്പോർട്ടർ ജെയ്സൺ, ഇൻ റിപ്പോർട്ടർ, തൃശൂർ.